Hi all, this is Meera. Welcome back to High School Maths. ഇന്നത്തെ വീഡിയോയിൽ 2018 ജൂലൈ 22 നടന്ന സിവിൽ പോലീസ് ഓഫീസർ എക്സാമിലെ മാത്സ് മെന്റബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What number should be added to 2 by 7 to get 3 by 14? Option A 5 by 14, option B minus 1 by 14, option C 6 by 7, option D 1 by 14. ഇവിടെ ചോദിച്ചിരിക്കുന്ന 2 by 7നോട് ഏത് നമ്പർ ആഡ് ചെയ്താൽ 3 by 14 കിട്ടുമെന്ന്. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് 2നോട് ഏത് നമ്പർ കൂട്ടിയാൽ 5 കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇവിടെ വരുന്ന ആൻസർ എന്താണ്? 3 ആണ്. അപ്പം ഇത് കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 5ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ 2 by 7നോട് ഏത് സംഖ്യ കൂട്ടിയാൽ 3 by 14 കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 3 by 14 മൈനസ് 2 by 7. അപ്പം നമുക്കിവിടെ ഭിന്നസംഖ്യകളായതുകൊണ്ട് ഇതിൻ്റെ ഛേദം സെയിം ആക്കണം. 7നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 14 വരിക. ഇവിടെ 14 വന്നു, 2 × 2 4 വന്നു. അപ്പം 3 by 14 മൈനസ് 4 by 14 വന്നു. ഇവിടെ ഡിനോമിനേറ്റർ എപ്പോഴും 2 സെയിം ആയതുകൊണ്ട് 14 തന്നെ വന്നു. 3 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 4ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 1 വരും. ഇവിടെ വലിയ സംഖ്യ 4 ആണ്. 4ന്റെ സിമ്പിൾ വരുമ്പോഴത്തേക്കും മൈനസ് വരും. മൈനസ് 1 by 14. അതായത് 2 by 7 എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ചത് 4 by 14 ആണ്. 4 by 14 ഡാഷ് 3 by 14. അതായത് നമ്മളോട് ചോദിച്ചത് 4 by 14നോട് ഏത് നമ്പർ ആഡ് ചെയ്താൽ 3 by 14 കിട്ടും. അപ്പം 4 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് 1 മൈനസ് ചെയ്താലല്ലേ ഉള്ളൂ. അപ്പം മൈനസ് 1 by 14. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, മൈനസ് 1 by 14. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലിഫൈ 5 raised to minus 1 divided by 6 raised to minus 1 into 1 by 5 the whole raised to minus 1. Option A 5, option B 1 by 5, option C 1 by 6, option D 6. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റണം. 5 raised to minus 1 എന്ന് പറഞ്ഞാൽ 1 by 5 into 6 raised to minus 1 അത് 6 by 1 ആയി into ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ into എന്നാണ് അർത്ഥം. മീനിങ് അതാണ്. 1 by 5 the whole raised to minus 1 എന്ന് പറഞ്ഞാൽ 5. ഇതിന് 5ഉം 5ഉം ക്യാൻസൽ ആയി ആൻസർ നമുക്ക് 6 എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 6 ആണോ? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇങ്ങനെ എഴുതാൻ ഇത് കുറച്ച് അധികം കൃത്യങ്ങളുടെ ക്വസ്റ്റ്യൻ ചെയ്തവർക്ക് പറ്റും. ഇതിനു വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ്? a raised to minus m is equal to 1 by a raised to m ആണ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന 5 raised to minus 1. 5 raised to minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 by 5 raised to 1 എന്ന് പറയും. 5 raised to 1 എന്ന് പറഞ്ഞാൽ അത് 5 തന്നെയാണ്. ഇതുപോലെ തന്നെ 6 raised to minus 1 എന്ന് പറഞ്ഞാൽ 1 by 6 എന്നാണ് മീനിങ്. നമുക്ക് അതിങ്ങോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 raised to minus 1ന് പകരം 1 by 5 കൊടുത്തു, ഡിവിഷൻ കൊടുത്തു. 6 raised to minus 1 പകരം 1 by 6 കൊടുത്തു. ഇനി നോക്കിയാൽ നെക്സ്റ്റ് 1 by 5 the whole raised to minus 1. 1 by 5 whole raised to minus 1. ഇത് എങ്ങനെ വരും? 1 വരും, അതിന് താഴെ ഈ 1 by 5ന്റെ മൈനസ് മാറി ഹോൾ റേസ് ടു 1 എന്ന് വന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ഡിവൈഡഡ് ബൈ 1 by 5 ആണ്. നമ്മൾ ചെയ്യുന്നത് 1 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ, അങ്ങനെയാണ് ഇവിടെ 5 എന്ന് വരിക. അപ്പോൾ ഓർക്കുക 1 by 5 the whole raised to minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ഇവിടുത്തെ ഡിനോമിനേറ്റർ ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അതാണ് ഇവിടെ ഇൻറ്റു ഇട്ടു ഇവിടെ വന്നിരിക്കുന്നത് 5 by 1 എന്ന് വന്നു. ഇനി നോക്കുക ഇവിടെ എങ്ങനെയാണ് 6 by 1 എന്ന് വന്നത്? ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഭിന്നസംഖ്യകളുടെ ഹരണം ആദ്യം 1 by 5 എഴുതി, ഹരിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഗുണിക്കുവാണ്. ഈ ഹരിക്കേണ്ട സംഖ്യയുടെ റെസിപ്രോക്കലും ഉണ്ട്. 1 by 6 എന്ന് പറയുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ, അതിന്റെ വ്യൂക്രമം എന്ന് പറഞ്ഞാൽ 6 by 1 ആണ്. അങ്ങനെയാണ് ഇവിടെ 1 by 5 into 6 by 1 വരുന്നത്. അതിന്റെ കൂടെ into 5 by 1. ഇതിൽ നിന്നാണ് 5ഉം 5ഉം ക്യാൻസൽ ആയി 6 എന്ന് നമുക്ക് ആൻസർ കിട്ടുക. തേർഡ് ക്വസ്റ്റ്യൻ. Janaki and Janu can do a piece of work in 8 days. Janaki alone can do it in 12 days. How long would Janu take to do the same work? Option A 22 days, option B 20 days, option C 26 days, option D 24 days. ഇവിടെ പറയുന്നത് 2 പേരുണ്ട്, ജാനകിയും ജാനും. അവർ 2 പേരും കൂടി ഒരു വർക്ക് 8 ദിവസം കൊണ്ട് തീർക്കും. ഇതിൽ ജാനകി ഒറ്റയ്ക്കാണെങ്കിൽ ആ സെയിം വർക്ക് 12 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ ജാനു ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് തീർക്കുമെന്നാണ് ചോദിക്കുക. ഇതിന്റെ ഒരു ഇക്വേഷൻ നമുക്കറിയാം, xy ഡിവൈഡ് ബൈ x മൈനസ് y. ഇതിൽ x എന്ന് പറയുന്നത് 12 ആണ്, y എന്ന് പറയുന്നത് 8 ആണ്. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 12 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 12ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ 4 വരും. ഇവിടെ 4 ഇൻറ്റു 3 ആണ് 12, 8 ഇൻറ്റു 3 24 വന്നു. 24 ഡേയ്സ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി ഇക്വേഷൻ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും?
ഇവരുടെ ഒരു ദിവസത്തെ വർക്ക്, അതായത് രണ്ടുപേരും കൂടെ 8 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ രണ്ടുപേരുടെയും കൂടെ ഒരു ദിവസത്തെ വർക്ക് 1/8 ആണ്. ഇതുപോലെ തന്നെ ജാനകിയുടെ ഒരു ദിവസത്തെ വർക്ക് 1/12 ആണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഉള്ള ഒരു ദിവസത്തെ വർക്കിൽ നിന്ന് ഈ ജാനകിയുടെ ഒരു ദിവസത്തെ വർക്ക് മൈനസ് ചെയ്യും. ഇതിൽ നിന്ന് ആൻസർ എന്ത് കിട്ടും? നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 12 × 1 12 വന്നു, മൈനസ് 8 × 1 8 വന്നു, ഡിവൈഡഡ് ബൈ 12 × 8 വന്നു, 4/12 × 8 വന്നു. ഇതിന്റെ ആൻസർ എന്താണ് വരിക? 1/24. അതായത് ജാനുവിന്റെ ഒരു ദിവസത്തെ വർക്ക് 1/24 എന്ന് വന്നു. അങ്ങനെയാണ് ജാനു 24 ഡേയ്സ് കൊണ്ടായിരിക്കും ആ ജോലി തീർക്കുക. അപ്പൊ ഇതിൽ ഏത് മെത്തേഡ് ഇക്വേഷൻ വേണമെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. ഫോർത്ത് ക്വസ്റ്റ്യൻ. If 45% of the students in a school are boys and number of girls is 1100, find out the number of boys. Option A 900, option B 1500, option C 1350, option D 2000. ഇവിടെ പറയുന്നത് ഒരു സ്കൂളിൽ 45% സ്റ്റുഡൻസ് ബോയ്സ് ആണ്. ഗേൾസിന്റെ എണ്ണം നമുക്ക് വന്നിട്ടുണ്ട് 1100 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ്, എത്ര ആൺകുട്ടികളുണ്ട് ആ സ്കൂളിൽ നിന്ന് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ ഈ സ്കൂളിലെ ടോട്ടൽ സ്റ്റുഡൻസ് എക്സ് എന്ന് ഞാൻ എടുത്തു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 100%. ഇതിലെ 45% ബോയ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസ് എത്ര കാണും? 100ൽ നിന്ന് 45 മൈനസ് ചെയ്താൽ ബാക്കി 55% ഗേൾസ്. ഈ ഗേൾസിന്റെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് 1100 ആണ് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടെത്താവുന്ന ഒരു മെത്തേഡ് എക്സിന്റെ 55% എന്ന് പറയുന്നത്, ടോട്ടൽ സ്റ്റുഡൻസിന്റെ 55% എന്ന് പറയുന്നത് 1100 ആണെന്ന് അറിയാം. ഇതിൽ നിന്ന് എക്സ് നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. 1100 55/100 ഇവിടെ വരുമ്പോൾ 100/55 ആയി. ഇവിടെ 11 5 കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് 5 വന്നു, 5ഉം 100 കൂടെ കട്ട് ചെയ്യുമ്പോൾ 20 വരും. അതായത് ഇവിടെ ഇനി ബാക്കി എന്താണുള്ളത്? 100 ആണുള്ളത്. ഇവിടെ 100 × 20 എന്ന് പറയുമ്പോൾ 20ന്റെ കൂടെ 2 സീറോസ് ഇട്ട് കൊടുത്താൽ മതി, 2000. ടോട്ടൽ ഇവിടെ എത്രയാണ്? 2000 സ്റ്റുഡൻസ് ആണുള്ളത്. അതിൽ 1100 ഗേൾസ് ആണെങ്കിൽ ബാക്കി ബോയ്സിന്റെ എണ്ണം, കാരണം ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 900 ആണ്. അപ്പൊ ബോയ്സിന്റെ എണ്ണം 900 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പൊ ഇവിടെ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡ്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഗേൾസിന്റെ എണ്ണം 1100, ഇനി കണ്ടെത്തേണ്ടത് ബോയ്സ് ആണ്. അതിന്റെ പെർസെന്റേജ് 45 ആണ്. അത് ഡിവൈഡഡ് ബൈ ഗേൾസിന്റെ 55. ഇത് ചെയ്താലും നമുക്ക് നമ്പർ ഓഫ് ബോയ്സ് കിട്ടും. നമുക്ക് നോക്കാം. 11 × 5 ആണ് 55, 9 × 5 ആണ് 45. ഇവിടെ 9ഉം ഇവിടുത്തെ 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 900 വന്നു. അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് 900 വന്നു. ഇത് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ഗേൾസിന്റെ നമ്പർ ഇൻറ്റു ഇവിടെ കണ്ടെത്തുന്നത് ബോയ്സിന്റെ പെർസെന്റേജ് ആണ്. അതേ ഡിവൈഡ് ബൈ ഗേൾസിന്റെ പെർസെന്റേജ്. ഇത്രയും ചെയ്താലും മതി, നമുക്ക് ആൻസർ ഈസി ആയിട്ട് കണ്ടെത്താം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. 1/6 of a certain number decreased by 5 is equal to 2. Find the number. Option A 12, option B 18, option C 30, option D 42. ഇവിടെ നോക്കാം. ഒരു നമ്പറിന്റെ 1/6 അതിൽ നിന്ന് 5 മൈനസ് ചെയ്താൽ കിട്ടുന്നത് 2 ആണെന്നാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് ആ നമ്പർ ഏതാണെന്ന് കണ്ടെത്താൻ. അപ്പൊ നമ്മൾ ആ നമ്പറിനെ എക്സ് എന്ന് എടുത്തു. ഇനി 1/6 of a certain number, ഈ നമ്പറിന്റെ 1/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/6. ഇതിൽ നിന്ന് ഡിക്രീസ്ഡ് ബൈ 5, ഇതിൽ നിന്ന് 5 മൈനസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറയുന്നു? 2വിനോട് ഈക്വൽ ആണെന്ന് പറയുന്നു. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ ആണ് വേണ്ടത്. ഇവിടെ x/6 മൈനസ് 5 ഈസ് ഈക്വൽ ടു 2 ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഈ ഓരോ വാല്യൂസ് എക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എക്സിന്റെ ടേം ആണ് x/6 എന്നുള്ളത്. അതിനെ നമ്മൾ ഇവിടെ നിർത്തിയതിനു ശേഷം ഈക്വൽ ടു, ഈക്വലിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ഉണ്ട്. ഈ -5 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും +5 ആയി. ഇത് എത്ര വരും? 7 വരും. അതായത് x/6 എന്ന് പറയുന്നത് 7 ആണെങ്കിൽ x എന്ന് പറയുന്നത്, ഇനി 6 ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഓൾറെഡി 7 ഉണ്ട്. ഈ 6 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആയിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയി. 7 × 6 42 വരും. അപ്പൊ എക്സിന്റെ വാല്യൂ 42 ആണ്. അപ്പൊ ഇവിടെ വെച്ച് തന്നെ നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 42 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ്? 42/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 7 വരും. 7 × 6 42 വന്നു. 7ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 2 വരും. അപ്പോൾ ഇവിടെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കണ്ടെത്താം, അല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്യുക. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 42. Next one. Which term of the sequence √3, 3, 3, √3, etc. is 729? Option A 7, option B 14, option C 12, option D 10. ഇവിടെ ചോദിച്ചിരിക്കുന്നത് √3, 3, 3, √3 എന്ന് തുടങ്ങുന്ന ആ ഒരു സീക്വൻസിലെ എത്രാമത്തെ പദമാണ് 729. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സീരീസിന്റെ പ്രത്യേകത അറിയണം. 3 എന്ന നമ്പർ √3യുടെ സ്ക്വയർ ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? √3 × √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 3 ആണ്. അത് സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് വരും. 3 × 3 9 വന്നു. സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 3 തന്നെയല്ലേ? അപ്പൊ നമുക്കറിയാം 3 എന്ന് പറയുന്നത് √3യുടെ സ്ക്വയർ ആണ്.
അപ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് √3 വന്നു, സെക്കൻഡ് ടേം 3 എന്ന് പറയുന്നത് എന്താണ്, √3യുടെ സ്ക്വയർ ആണ്. തേർഡ് ടേം നോക്കിയേ, 3 × √3, 3 എന്ന് പറഞ്ഞാൽ √3 × √3 ആണ്, അതിൻ്റെ കൂടെ ഒരു √3 കൂടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്, അതായത് √3³ ആണ്. ഇത് √3⁻1, √3⁻2, √3⁻3 ഇതാണ് ഈ ഒരു സീരീസിന്റെ പ്രത്യേകത. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടേം എന്താണ്, 729 ഇതിലെ എത്രാമത്തെ ടേം ആണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് 729നെ √3യുടെ ഏത് പവറിൽ എഴുതാവുന്നതാണ്. അതായിരിക്കത്തില്ല ഇതിന്റെ എത്രാമത്തെ ടേം എന്ന് ചോദിക്കുന്നതിന്റെ ആൻസർ. ഓക്കെ, നമുക്ക് നോക്കാം. 729 എന്ന് പറഞ്ഞ നമ്പറിന്റെ പ്രത്യേകത 27ന്റെ സ്ക്വയർ ആണ്, 9ന്റെ ക്യൂബ് ആണ്, 3⁻6 ആണ്. അപ്പൊ ഈ ഒരു പ്രത്യേകത അറിയാമെങ്കിൽ നമുക്ക് 3⁻6 എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അതായത് 729 എന്ന് പറയുന്ന നമ്പർ 3⁻6 ആണ്. ഈ 3 എന്ന് പറയുന്നത് എന്താണ്, നമുക്കിവിടെ വേണ്ടത് എന്തിന്റെ ടേമിലാണ്, √3യുടെ ടേമിൽ. 3 എന്ന് പറയുന്നത് √3 സ്ക്വയർ ആണെന്ന് അറിയാം. അപ്പൊ 3യുടെ സ്ഥാനത്തേക്ക് നമ്മൾ √3 സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ ⁻6 എന്ന് പറയുന്നതാണ് 729. അപ്പൊ നമുക്കിവിടെ √3⁻2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. a⁻m² ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6 × 2 12 ആണ്. അപ്പൊ 729 എന്നൊരു ടേം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും, √3⁻12 എന്ന് വരും. അപ്പൊ ഇത് എത്രാമത്തെ ടേം ആണ്, 12ാമത്തെ ടേം ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. എന്തുകൊണ്ട് നോക്കാം. The average of 3 numbers is 20. If each of these numbers is double, what is the average? Option A 20, option B 10, option C 40, option D 30. ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 നമ്പേഴ്സ്, അതിന്റെ ആവറേജ് 20 തന്നിട്ടുണ്ട്. ഇനി ഈ 3 നമ്പറിൽ ഓരോ നമ്പറും ഡബിൾ ആവുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ന്യൂ ആവറേജ്? ആ പുതിയ ആവറേജ് ആണ് ചോദിക്കുക. നമുക്ക് റാൻഡം ആയിട്ട് 3 നമ്പേഴ്സ് എടുത്താൽ 5, 10, 15. ഈ നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. 10, 20, 5 + 5 10 ആണ്, അപ്പോൾ 30 എന്ന് വരും. 30 ഡിവൈഡ് ബൈ ഇതിന്റെ ആവറേജ് കാണാൻ ഇതിനെ 3 നമ്പേഴ്സ് ആണ്, അതുകൊണ്ട് ഈ നമ്പർ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു 10 എന്ന് വന്നു. ഇനി ഇതിനെ എല്ലാം ഡബിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നമ്പറും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5 × 2 10 വന്നു, 10 × 2 20 വന്നു, 15 × 2 30 വന്നു. ഇനി ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 30, 20, 50 വന്നു, 50 + 10 60 വന്നു. 60 ഡിവൈഡ് ബൈ നമ്പർ 3 നമ്പേഴ്സ് തന്നെയാണ്, അതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ എത്ര വന്നു, 3 × 2 ആണ് 6, അതുകൊണ്ട് 20 എന്ന് വന്നു. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ഇതിന്റെ ആവറേജ് 10 ആയിരുന്നു, സെക്കൻഡ് വന്നപ്പം 20 വന്നു, അതായത് 10ന്റെ ടോയ്സ്, അതിന്റെയും ഇരട്ടിയാണ് ന്യൂ ആവറേജ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് 20 എന്ന് പറഞ്ഞു. ഇനി ഓരോ നമ്പറും ഡബിൾ ചെയ്ത് കഴിഞ്ഞ് പുതിയ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇതിന്റെ ഡബിൾ ആയിരിക്കും. 2 × 2 4 വന്നു, 40 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ഇനി നമുക്ക് പ്രോപ്പർ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കാം, 40 തന്നെയാണോ കിട്ടുക എന്ന് നോക്കാം. അതായത് 3 നമ്പേഴ്സ് A, B, C എന്ന് എടുത്തു. ഇതിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ A + B + C ഡിവൈഡഡ് ബൈ 3. ഇതാണ് ആവറേജ്, ടോട്ടൽ ബൈ നമ്പർ. അത് 20 തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, A + B + C = ഈ A + B + C എന്ന് പറയുന്നത് 20 × 3 അല്ലേ, 3 × 2 6 ആണ്, 60 എന്ന് വന്നു. ഇനി ഇവിടെ പറയുകയാണ് ഓരോ നമ്പറും ഡബിൾ ചെയ്തു. A എന്ന് പറയുന്നത് 2A ആയി മാറി, B 2B ആയി മാറി, C 2C ആയി മാറി. ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ് ആഡ് ചെയ്തതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ 3 നമ്പറിൽ നിന്നും 2 ഞാൻ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2 × A + B + C ഡിവൈഡഡ് ബൈ 3 വന്നു. ഈ A + B + C എത്രയാണ്, അത് 60 ആണെന്ന് അറിയാം. ഇവിടെ 60 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും, 3 × 2 ആണ് 6, 20 എന്ന് വന്നു, 20 × 2 40 എന്ന് വന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞായിരുന്നു, ആദ്യമുള്ള ആവറേജിന്റെ ഇരട്ടി ആയിരിക്കും ന്യൂ ആവറേജ് എന്ന് പറയുക. ആൻസർ 40 ആണ്. 8th ക്വസ്റ്റ്യൻ നോക്കാം. Find the compound interest on ₹2000 for 2 years at 15% per annum compounded annually. Option A 645, option B 735, option C 900, option D 1000. അപ്പം 2000 രൂപ 15% പലിശ നിരക്ക് 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനാണ് പറയുന്നത്. ഇവിടെ ഓരോ വർഷം ആനുവലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്, അതായത് കൂട്ടുപലിശ കണക്കാക്കുന്നത് ഓരോ വർഷവുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കണ്ടെത്താൻ വേണ്ടി 2 വർഷമാണുള്ളത്, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും. 2000 രൂപ 15%. ഇനി നമുക്ക് സാധാരണ പലിശയുടെ ഇക്വേഷൻ അറിയാം, I = PN. ഇതനുസരിച്ച് ഫസ്റ്റ് ഇയറിൽ നമുക്കൊന്ന് കണക്കാക്കി എത്ര വരും, 2000 × ഒരു വർഷത്തെ കേസാണ് നോക്കുന്നത്, 6 എന്ന് പറഞ്ഞാൽ 15%, അതായത് 2000ന്റെ 15% എത്രയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. സീറോസ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 15 × 2 30 വരും, 300 എന്ന് വന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എന്താണ് 300 രൂപ വെച്ച് കിട്ടും.
ഈ 2000 രൂപയ്ക്ക് 15% നിരക്കിൽ 300 രൂപ വെച്ച് കിട്ടും. പക്ഷേ ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസ് അല്ല പറയുന്നത്, പകരം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് ഇയറിൽ 300 കിട്ടി, സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ ഈ 2000 15% ഈ പലിശ കിട്ടുന്നതിനോടൊപ്പം തന്നെ എക്സ്ട്രാ എമൗണ്ട് ഈ 300ന്റെ 15% കൂടെ കിട്ടും. 300ന്റെ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 15/100 വരും. സീറോസ് ക്യാൻസലായി 15 × 3 45 രൂപ. അപ്പോൾ ഈ 45 രൂപയും കൂടെ സെക്കൻഡ് ഇയറിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ ടോട്ടൽ എത്രയാണ് പലിശ കിട്ടിയത് 2 വർഷം? 300 300 600 വന്നു. 600 + 45 645 രൂപ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. ഇനി ഇതെല്ലാം നമുക്ക് അറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇക്വേഷൻ A = P × 1 + R/100 the whole raised to n. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? പിയുടെ സ്ഥാനത്ത് 2000 വരും ഇൻറ്റു ഇവിടെ 6 എന്ന് പറഞ്ഞാൽ 15% എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 100 + 15 ചെയ്തു. അപ്പം 115/100. ഇത് എത്ര ടൈംസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ n 2 ആണ്, 2 ടൈംസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസറിൽ നിന്ന് ഈ 2000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക 645 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇക്വേഷനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഈ രീതിയിലാണ്. 9th one. If cost price of 25 books is equal to selling price of 20 books, then calculate the gain or loss %. Option A 80, option B 20, option C 25, option D 50. Because ഇനി പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് ഓഫ് 25 ബുക്സ്, 25 ബുക്കുകളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിന് 20 ബുക്കുകളുടെ സെല്ലിംഗ് പ്രൈസിനോട് ഈക്വൽ ആണെന്നാണ്. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? അതായത് കോസ്റ്റ് പ്രൈസ് ഉണ്ട് ഇവിടെ, ഈ സെല്ലിംഗ് പ്രൈസ് ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ആകും. സെല്ലിംഗ് പ്രൈസ് = ഇവിടെ ഈക്വലിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി ഉള്ള നമ്പർ പാർട്ട് 20 ആണ്. ഈ 25 ഇവിടെ വരുമ്പോൾ ഡിവിഷൻ താഴെ വരും. അപ്പോൾ കോസ്റ്റ് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് 20, സെല്ലിംഗ് പ്രൈസിന് കറസ്പോണ്ടിങ് 25 വന്നു. ഇവിടെ വെച്ച് ഇതിനെ കട്ട് ചെയ്യുവാണെങ്കിൽ 5 × 4 20, 5 × 5 25. അപ്പോൾ കോസ്റ്റ് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് 4ഉം സെല്ലിംഗ് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് 5ഉം വന്നു. ഇത് തന്നെ നോക്കിയേ, 4ആണോ 5ആണോ വലുത്? സെല്ലിംഗ് പ്രൈസിന്റെ വാല്യൂ ആണ് വലുത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ലാഭമാണ്, പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. ഈ ഗെയിൻ % ഇനി എങ്ങനെയാണ് കാണുക? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, അതായത് 5 - 4 1 വരും. താഴെ എന്താണ് വരിക? കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 വന്നു ഇൻറ്റു 100. ഇതാണ് ലാഭശതമാനം നമ്മൾ കാണുന്നത്. സെല്ലിംഗ് പ്രൈസ് പ്രോഫിറ്റ് കാണും. സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, അതാണ് 5 - 4 1 വന്നു. ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ആണ്, അതാണ് 4 ഇൻറ്റു 100. ഇവിടെ 100നെ 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും 25 ആണ്. 25% ആണ് ഇവിടുത്തെ ഗെയിൻ %. ആൻസർ ഓപ്ഷൻ സി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The side of an equilateral triangle is 16 cm. Find the length of its altitude. Option A 4√3, option B 8√3, option C 2√3, option D √3. അപ്പോൾ ഇവിടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ അതിൻ്റെ 3 സൈഡിനും ഈക്വൽ ലെങ്ത് ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ലെങ്ത് 16 cm ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ അതിൻ്റെ 3 സൈഡും 16 cm വെച്ച്. ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. ഇതിപ്പം ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിനെ എന്താണ്? ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്യുക. അതായത് ഈ 16ന്റെ നേരെ പകുതി ഇത് 8 ആയിരിക്കും, ഇത് 8 ആയിരിക്കും. നമുക്ക് കണ്ടെത്തേണ്ടത് ഈ ലെങ്ത് ആണ്. അപ്പം നോക്കിയേ, ഇത് നോക്കുമ്പോൾ ഇതൊരു മട്ട ത്രികോണം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈഡിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടി √, ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 16² മൈനസ് ഇവിടുത്തെ വാല്യൂ. ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 8² ചെയ്യാം. 16ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 256 ആണ്. 8ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്. ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് എത്ര വരും? 6 ൽ 4 പോയി കഴിഞ്ഞാൽ 2 വന്നു, 9 192. 192 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 192 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് √192 ആണ്. ഇനി ഇത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ നോർമലി ചെയ്യുന്നത് എന്താണ്? 192നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. ഫസ്റ്റ് ഞാൻ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 9 × 2 18 വന്നു, 1 വന്നു, 12 വന്നു, 6 2s 12 വന്നു, 96 എന്ന് വന്നു. 96നെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 4 × 2 8 വന്നു, 16 ആണ്. ഇവിടെ 8 × 2 16 വന്നു, 48 വന്നു. 48ന്റെ പകുതി 24, 24ന്റെ പകുതി 12 വന്നു, 12ന്റെ പകുതി 6 വന്നു, 2ന്റെ പകുതി 3 വന്നു. 3 × 2 ആണ് 6. ഇവിടെ പെയർ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് 2 × 2 × 2 ഇവിടെ പെയർ ആകാത്ത ഒരു 3 ഉണ്ട്, അതിനെ √3 എന്ന് വന്നു. അപ്പം 2 2s 4 ആണ്. 4 × 2 8 വന്നു, 8 √3 എന്ന് വന്നു. അപ്പം 8 √3 ആണ് ഇവിടുത്തെ ആൻസർ, ഓപ്ഷൻ ബി ആണ്. ഇനി ഇതല്ല, നമ്മൾ ഈ 192 √192 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്ഷൻ വൈസും കണ്ടെത്താൻ പറ്റും. ഇപ്പം ഇവിടുത്തെ ആൻസർ 8 √3 ആണ് കണ്ടെത്തിയത്.
ഇതിൻ്റെ സ്ക്വയർ ചെയ്ത് നോക്കാം. അപ്പം 192 കിട്ടിയാൽ പോരെ. 8 × 8 64. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. 3 64 × 3 ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക 192. ഈ രീതിയിൽ നമുക്ക് കണ്ടെത്താം. ഇതറിയാത്തവർ, ഇങ്ങനെ ചെയ്യാത്തവർ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. 1. If in a certain language range is coded as 1, 2, 3, 4, 5, then find the code for anchor. Option A 2, 3, 4, 5, 1. Option B 1, 4, 3, 5, 2. Option C 2, 3, 5, 1, 5, 4. Option D 1, 2, 4, 5, 3. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ്? റേഞ്ച്, ആങ്കർ. ഈ റേഞ്ചിലെ ലെറ്റേഴ്സ് എല്ലാം തന്നെയാണ് ആങ്കറിൽ. അത് മാറ്റി വന്നിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് നോക്കിയെടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. നോക്കി, റേഞ്ചിലെ എ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ 2 വന്നു, എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് 3, ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 4, ഇക്ക് കറസ്പോണ്ടിങ് 5, ആറിന് കറസ്പോണ്ടിങ് 1. 2, 3, 4, 5, 1. ഓപ്ഷൻ എ ആണ് ആൻസർ. 12th one. Which is the odd one? 8, 27, 16, 64. ഇതിന്റെ ആൻസർ എന്താണ്? 16 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പം അതിന്റെ റീസൺ ആണ് ഇവിടെ ഉള്ളത്. 8 2 ക്യൂബ്, 27 3 ക്യൂബ്, 16 4 സ്ക്വയർ ആണ്, 64 4 ക്യൂബ് ഉണ്ട്, 8 സ്ക്വയർ ഉണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് 8, 27, 64 എന്ന് പറയുന്നത് പെർഫെക്റ്റ് ക്യൂബ് ആണ്. 16 ഒരു 4ന്റെ സ്ക്വയർ ആണ്, പക്ഷെ നമുക്കതൊരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ സി ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. It was Friday on 4th December 2015. What was the day on 4th December 2016? Option A Monday, option B Saturday, option C Friday, option D Sunday. അപ്പോൾ ഇവിടെ നമുക്ക് 2015 ഡിസംബർ 4 വെള്ളിയാഴ്ച ഫ്രൈഡേ തന്നിട്ടുണ്ട്. കണ്ടെത്തേണ്ടത് നെക്സ്റ്റ് ഇയർ 2016 ഡിസംബർ 4, സെയിം ആ ദിവസം തന്നെ, അടുത്ത വർഷം സെയിം ഡേ ഏത് ദിവസമായിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസംബർ 4 2015 തൊട്ട് ഡിസംബർ 4 2016 എന്ന് പറയുമ്പോൾ ഫെബ്രുവരി എവിടെയാണ് വരിക? ഈ 2016 ഫെബ്രുവരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ലീപ്പ് ഇയർ ആണോ നോക്കാം. 2016 ഒരു ലീപ്പ് ഇയർ ആണ്. അതെങ്ങനെയാണ് കണ്ടെത്തുക? 2016 നമ്മൾ 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണോ നോക്കും. ഇവിടെ നമുക്ക് ആൻസർ കിട്ടും. റിമൈൻഡർ 0 ആണ്. ഡിവൈഡ് ചെയ്ത് നിങ്ങൾ നോക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ഇവിടെ ലീപ്പ് ഇയർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. ഇനി ഇത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, സാധാരണ വർഷത്തിന്റെ കേസ് നോക്കുക. ഇപ്പൊ ജനുവരി 1 മൺഡേ ആണെങ്കിൽ നെക്സ്റ്റ് ഇയർ ജനുവരി 1 എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആയിരിക്കും. അതായത് സാധാരണ വർഷങ്ങളുടെ കേസിൽ. ഇനി ലീപ്പ് ഇയറിന്റെ കേസ് വരുമ്പോഴത്തേക്കും ജനുവരി 1 മൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ ലീപ്പ് ഇയറിന്റെ കേസ്, ലീപ്പ് ഇയർ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ ജനുവരി 1 എന്ന് പറയുന്നത് ട്യൂസ്ഡേ കഴിഞ്ഞിട്ട് വെനസ്ഡേ ആയിരിക്കും. ഒരു ദിവസം കൂടെ കഴിയും. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. ഇവിടെ നോക്കുക, ഡിസംബർ 4 ഫ്രൈഡേ എന്ന് പറഞ്ഞു. സാധാരണ വർഷം ആയിരുന്നെങ്കിൽ ഇത് സാറ്റർഡേ ആയിരുന്നേനെ. ഇതിപ്പം ലീപ്പ് ഇയർ ആയിരിക്കുന്നത് കൊണ്ട് ഫ്രൈഡേ കഴിഞ്ഞു, സാറ്റർഡേ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സൺഡേ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൺഡേ. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എ മിറർ ഇമേജ് ഷോസ് 11:15, വാട്ട് ഈസ് എക്സാക്ട് ടൈം? ഓപ്ഷൻ എ 2:45, ഓപ്ഷൻ ബി 12:45, ഓപ്ഷൻ സി 9:15, ഓപ്ഷൻ ഡി 10:45. അതായത് ഇവിടെ നോക്കുക, ഇവിടെ തന്നിരിക്കുന്നത് 11:15. 11:15 എന്ന് പറയുമ്പം മണിക്കൂർ സൂചി 11 കുറച്ചും കൊണ്ട് മാറിയായിരിക്കും. 15 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 3 മിനിറ്റ് സൂചി. ഇതാണ് മിറർ ഇമേജ് കാണിക്കുന്നതെങ്കിൽ എക്സാക്ട് ടൈം ചോദിക്കുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഈ മിനിറ്റ് സൂചി വരിക എന്താണ്? 3 നേരെ ഓപ്പോസിറ്റ് 9 വരും. അതുപോലെ തന്നെ ഈ മണിക്കൂർ സൂചി വരുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വരും. ഇപ്പോഴത്തെ ടൈം എന്തായിരിക്കും? മണിക്കൂർ സൂചി 12-നും 1-നും ഇടയിലാണ്. മിനിറ്റ് സൂചി 9-ലാണെങ്കിൽ 12:45. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 12:45. ഇത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതിങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണോ? ഒന്നുകിൽ 11:16 മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ 23:16 മൈനസ് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന ടൈം 11:15. 11-നും 1-നും ഇടയിലാണ് തന്നിരിക്കുന്ന ടൈം എങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് 23:60. അപ്പോൾ ഈ 23:60 തന്നിരിക്കുന്ന ടൈം 11:15 ഞാൻ മൈനസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് 45 വന്നു. ഇവിടെ 3-ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 2 വന്നു, 1 വന്നു. 12:45. 15ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിക്ക് ഹൗസ് പ്രോട്ടീൻ ഡാഷ്. ഓപ്ഷൻ എ ഫിഷ്, ഓപ്ഷൻ ബി ബോഡി, ഓപ്ഷൻ സി മിൽക്ക്, ഓപ്ഷൻ ഡി സോയാബീൻ. ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. അതിന്റെ റീസൺ എന്താണ്? ഫിഷ്, മിൽക്ക്, സോയാബീൻ എന്നെല്ലാം പറയുന്നത് പ്രോട്ടീൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ ബോഡിയാണ് അത് കൺസ്യൂം ചെയ്യുന്നത്. ഇവിടെ ബ്രിക്ക് വെച്ചാണ് ഹൗസ് ബിൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ബോഡി. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എ സ്റ്റാൻഡ്സ് ഫോർ അഡിഷൻ, ബി സ്റ്റാൻഡ്സ് ഫോർ സബ്ട്രാക്ഷൻ, സി സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ, then what is the value of 10c for a, 4c for -6? Option A 50, option B 20, option C 56, option D 60.
ഫസ്റ്റ് നമ്മൾ ഈ ലെറ്റേഴ്സിന് പകരം ഇവിടെ പറഞ്ഞിരിക്കുന്ന മാത്തമാറ്റിക്കൽ സിമ്പിൾ കൊടുക്കുന്നത്. ഫസ്റ്റ് എ സ്റ്റാൻഡ്സ് ഫോർ അഡിഷൻ. എയുടെ സ്ഥാനത്ത് നമ്മൾ അഡിഷൻ കൊടുത്തു, പ്ലസ് കൊടുത്തു. ബി ഇതിനകത്തില്ല. സിയുടെ സ്ഥാനത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇൻറ്റു സിമ്പിൾ നമ്മൾ കൊടുത്തു. ഇനി നമുക്കറിയാം ബോഡ്മാസ് റൂളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? ബ്രാക്കറ്റിനാണ്. അപ്പോൾ ആദ്യം ഈ ബ്രാക്കറ്റിലുള്ള ഈ നമ്പേഴ്സിൻ്റെ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്. 10 × 4 40 വന്നു, 4 × 4 16 വന്നു, പ്ലസ് ഇവിടെ -6 ഉണ്ട്. ഇവിടെ വെച്ച് 40 ഇവിടെ വെച്ച് ഒന്നുകിൽ നമുക്ക് 16 × 6 മൈനസ് ചെയ്ത് 10 വന്നു, 40 + 10 50 എന്ന് വരും. അതല്ലെങ്കിൽ നമ്മൾ ഈ റൂൾ ഫോളോ ചെയ്യുവാണെങ്കിൽ 40 + 16 വരുമ്പോഴത്തേക്ക് 56 വന്നു, 56-ൽ നിന്ന് 6 മൈനസ് ചെയ്യുമ്പോൾ 50 വരും. ഓപ്ഷൻ എ ആണ് ആൻസർ. 17th one. Pointing to a man, a woman said, his mother is the only daughter of my mother. How is the woman related to the man? Option A grandmother, option B daughter, option C mother, option D sister. നമുക്ക് റിലേഷൻ ഒന്ന് വരച്ച് നോക്കാം. പോയിന്റിങ് ടു എ മാൻ, ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വുമൺ പറയുവാണ്, ഒരു പെണ്ണ് പറയുവാണ്. ഇദ്ദേഹത്തിന്റെ അമ്മ മദർ, ഹിസ് മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. ഈ വുമന്റെ അമ്മയുടെ ഒറ്റ മകളാണെന്നാണ് പറയുന്നത്. അതായത് ഈ മാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സ്ത്രീ പറയുവാണ്, ഇദ്ദേഹത്തിന്റെ അമ്മ എൻ്റെ അമ്മയുടെ ഒറ്റ മകളാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഓൺലി ഡോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ഒറ്റ ഒരു മകളേ ഉള്ളൂ. ഇവർ രണ്ടുപേരും എന്താണ്? സിമിലർ ആണ്. ഈ പെണ്ണ് തന്നെയാണ് ഈ പറയുന്ന അമ്മ എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ അമ്മയാണ് ഈ സ്ത്രീ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി ആണ് മദർ. 18th one. What is the value of 0.555555 divided by 0.11? ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് ഡെസിമൽ നമ്പേഴ്സിന്റെ ഹരണമാണ്. അപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഇവിടെ എത്ര പ്ലേസ് ഉണ്ട്? 1 2 3 4 5 6 6 പ്ലേസ് ആണ് ഇങ്ങോട്ട് പോയിന്റ് മാറ്റേണ്ടത്. ഇവിടെ വരുമ്പോഴത്തേക്ക് 1 2 സ്ഥാനമാണ് പോയിന്റ് മാറ്റേണ്ടത്. ഇവിടെ കൂടുതലുള്ളത് 6 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്താണ് 6 സീറോസ് 2 4 6 അപ്പൊ നമ്മൾ 10ന്റെ 6 സീറോസുള്ള മൾട്ടിപ്പിൾ കൊണ്ടാണ് ഇതിനെ അംശവും ചെയ്തോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ 6 സീറോസ് യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ പോയിന്റ് മാറ്റുമ്പോൾ ഇവിടെ വരുന്ന നമ്പർ എന്താണ്? 55. ഇനി ഇവിടെ 2 സ്ഥാനം മാത്രം മാറിയാൽ മതി. അതുകൊണ്ട് തന്നെ 2 സീറോസ് യൂസ് ചെയ്തോളൂ. ഇവിടെ 11 വന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ എന്തുണ്ട്? 2 4. ഈ 10,000 ഇവിടെ ബാക്കിയുണ്ട്. ഇനി നോക്കുക, 11നെ ഇതുകൊണ്ട് കട്ട് ചെയ്യുക. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് 11 × 5 55 555 എന്ന് എഴുതിയ ആൻസർ തെറ്റാണ്. നമുക്കിതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 55 ഓക്കെ, 11 കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. 5 55 വന്നു 0. ഈ 5 ആണ് ഫസ്റ്റ് വരിക. അവിടെ നമുക്ക് 0 ഇട്ട് കൊടുക്കണം. വീണ്ടും ഈ 5 ഇറക്കി എഴുതി. ഇനിയാണ് 5 വരിക. 55 വന്നു 0. ഇനി വീണ്ടും ഈ 5 ഇറക്കി എഴുതുമ്പോൾ നമ്മളിവിടെ 0 കൊടുക്കണം. 55 വന്നു 0. അപ്പൊ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ 55 not 5 എന്നാണ്. അതായത് 11ഉം ഈ നമ്പറും തമ്മിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്കും. ഇനി താഴെ എന്തുണ്ട്? 10,000 കൂടെ ഉണ്ട്. അപ്പൊ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഈ 4 സീറോയ്ക്ക് പകരം 4 പ്ലേസ് മാറ്റി പോയിന്റ് ഇടണം. 1 2 3 4. അപ്പൊ ആൻസർ ഇവിടെ എന്താണ്? 5.0505. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Arjun turned left after walking 10 meter and covered distance of 6 meter. Then he turned right and covered distance of 20 meter. In the end, he was moving towards the west. From which direction did Arjun start his journey? Option A north, option B east, option C south, option D west. അപ്പോൾ നമുക്ക് ഡയറക്ഷൻസ് എല്ലാം അറിയാം. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഇനി നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് വരച്ച് നോക്കാം. അർജുൻ ടേൺ ലെഫ്റ്റ് ആഫ്റ്റർ വാക്കിംഗ് 10 മീറ്റർ. അപ്പം ഞാൻ ഇതാണ് അർജുൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കുക. ആഫ്റ്റർ വാക്കിംഗ് 10 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് 10 മീറ്റർ നടന്നു. അതിനുശേഷം അദ്ദേഹം ലെഫ്റ്റ്, അതായത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇതാണ് ലെഫ്റ്റിലേക്ക് അൺകവേർഡ് ഡിസ്റ്റൻസ് ഓഫ് 6 മീറ്റർ. അതായത് അർജുൻ ടേൺ ലെഫ്റ്റ് ആഫ്റ്റർ വാക്കിംഗ് 10 മീറ്റർ. 10 മീറ്റർ കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റിലേക്ക് പോയി 6 മീറ്റർ കവർ ചെയ്തു. ദെൻ ഹി ടേൺ റൈറ്റ്. അതായത് ഈ ഡയറക്ഷനിൽ നിൽക്കുന്ന ആളുടെ റൈറ്റ് എന്ന് പറയുന്ന ഇതാണ്. ഇങ്ങോട്ട് അദ്ദേഹം 20 മീറ്റർ നടന്നു. ഇൻ ദെൻ ഹി വാസ് മൂവിങ് ടുവേഴ്സ് ദ വെസ്റ്റ്. ഇങ്ങോട്ട് പോകുന്നത് ഡയറക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് വെസ്റ്റ് ആണെന്ന്. ഫ്രം വിച്ച് ഡയറക്ഷൻ ഡിഡ് അർജുൻ സ്റ്റാർട്ട് ഹിസ് ജേർണി. അപ്പം ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് ഇത് വെസ്റ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് ഡയറക്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ജേർണി?
അപ്പം വെസ്റ്റ് ഇതാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണിത്. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ വെസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് ഈസ്റ്റ് ആണ്. അപ്പം ഈസ്റ്റിൽ നിന്നാണ് ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. അത് നമുക്ക് നോക്കാം. ഇത് വരയ്ക്കേണ്ടത് എങ്ങനെയായിരുന്നു? ഈസ്റ്റിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു 10 മീറ്റർ. 10 മീറ്ററിന് ശേഷം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് വീണ്ടും 6 മീറ്റർ നടന്നു. അപ്പം ഈ ഒരു ഡയറക്ഷനിൽ നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് 20 മീറ്റർ. അപ്പം ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴത്തേക്കുമാണ് വെസ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്തത് ഈസ്റ്റിൽ നിന്നാണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഈസ്റ്റ്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find the angle made by minute hand in 50 minutes. Option A 300, option B 240, option C 200, option D 320. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് മിനിറ്റ് ഹാൻഡ്, അതായത് മിനിറ്റ് സൂചിയുടെ കേസാണ് പറയുന്നത്. 50 മിനിറ്റിൽ ഈ മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി, എത്ര ആംഗിളാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇവിടെ 12 നിന്നാണ് മിനിറ്റ് സൂചി സ്റ്റാർട്ട് ചെയ്ത് 50 മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ 10 വരും. അപ്പോൾ ഇവിടെ നമ്മളിത് മേക്ക് ചെയ്ത ആംഗിളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഈ 12നും 1നും ഇടയിൽ എത്രയാണ് ഡിഗ്രി? 30 ഡിഗ്രി. ഇത് തന്നെയാണ് 1നും 2നും ഇടയിൽ വരുമ്പോൾ വീണ്ടും 30 ഡിഗ്രി. ഇതുപോലെ എത്രയാണ് 1, 2, 3 തൊട്ട് ഇവിടെ 10 വരെയാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പം 30 ഡിഗ്രി വെച്ച് 10 എണ്ണമാണ് മൂവ് ചെയ്തിരിക്കുന്നത്. 10 × 30 എന്ന് പറഞ്ഞാൽ 300. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 300 ആണ്. ഓപ്ഷൻ എ ആണ്. ഇനി ഈ 30 എങ്ങനെയാണ് കിട്ടിയെന്ന് ചിലർക്ക് ഡൗട്ട് കാണും. ഈ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 360 ആണ്. ഈ 360യെ 12 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തതാണ്. നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 × 3 ആണ് 36, 30 എന്ന് പറഞ്ഞു. അതായത് ഈ ഓരോ മണിക്കൂറും തമ്മിലുള്ള ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ആണ്. അത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താണ്? 50 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10ലാണ്. ഈ 12ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് 10ലാണ് മിനിറ്റ് സൂചി വരിക. അപ്പം ടോട്ടൽ 10 പ്രാവശ്യമാണ് മൂവ് ചെയ്തത്. 10 × ഈ ഓരോ മണിക്കൂറിനും ഇടയിലുള്ള 30 ഡിഗ്രി. 300 എന്ന് പറഞ്ഞു. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ന് ഏത് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.